പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. യേശുവോടൊത്ത് നടക്കുമ്പോൾ ഒരു വശത്ത് സന്തോഷമുണ്ടാകും, ഉത്സാഹമുണ്ടാകും. യേശു കൈപിടിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച് വഴി നടത്തും. മറുവശത്ത് എന്താണുണ്ടാവുക? കഷ്ടപ്പാടുകളുണ്ടാകും, നിന്ദകളുണ്ടാകും, ഉപദ്രവങ്ങളുണ്ടാകും. നിങ്ങളുള്ള സ്ഥലത്ത് തന്നെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് നിങ്ങൾ ക്രിസ്ത്യാനിയായിരുന്ന യേശുവിനെ വിശ്വസിക്കുന്നത് കാരണം ഇഗ്നോർ ചെയ്യും, തള്ളിക്കളയും, നിങ്ങളെ പരിഹസിക്കും, നിന്ദിക്കുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഗ്രാമത്തിലും പട്ടണത്തിലും ഇപ്പോഴുള്ള ജനങ്ങളുടെ നടുവിൽ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ ക്രിസ്ത്യാനിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് യേശുവോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഉപദ്രവം, നിന്ദകൾ, കഷ്ടപ്പാടുകൾ ഇവയെല്ലാം നിങ്ങൾക്കുണ്ടാകുമ്പോൾ യേശുവോടൊത്ത് നടക്കുന്നത് സന്തോഷമാണ്. പക്ഷേ കഷ്ടപ്പാടുകൾ വരുന്നല്ലോ എന്ന് പറഞ്ഞാൽ 1 പത്രോസ് 4:16 നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കാതെ സന്തോഷത്തോടെ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത് എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിരിക്കുന്നത് കൊണ്ട് പരിഹസിക്കപ്പെടുന്നു, തരം താഴ്ത്തുന്നു, ഇഗ്നോർ ചെയ്യുന്നു എങ്കിൽ അതിന് ലജ്ജിക്കരുത്, ഭയപ്പെടരുത്. യേശു എന്റെ കൂടെയുണ്ട്. യേശുവോടൊത്ത് നടക്കുന്നു, ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്തു വേണമെങ്കിലും പറയട്ടെ. അതിനാൽ നിങ്ങൾ ദുഃഖിച്ച് മുടങ്ങിക്കിടക്കാതെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ഇതാണ് പിന്തുടരുന്നത്. എനിക്കെതിരായി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. പണ്ട് എഴുതുമായിരുന്നു, ആഴ്ചതോറും വീക്കിലിയിൽ എഴുതിക്കൊണ്ടേയിരുന്നു. എന്നെപ്പറ്റി കുറ്റപ്പെടുത്തി പലതും എഴുതുന്നതായിരുന്നു അയാളുടെ ശുശ്രൂഷ. അതൊരു ജോലിയായി ചെയ്തു. പക്ഷെ ഇന്ന് യൂട്യൂബിലിരുന്ന് സംസാരിക്കുന്നു, അതൊരു വലിയ ശുശ്രൂഷയായി ചെയ്യുന്നു. എന്നെ വഴക്കു പറയുന്നു, പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ദൈവം എന്നിലൂടെ ചെയ്യുന്ന അത്ഭുതങ്ങളെ എല്ലാം കുറ്റപ്പെടുത്തി പരിഹസിച്ച് പലതും പറഞ്ഞു. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറില്ല. ഞാൻ ദൈവവേല ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ദൈവദാസനായിരുന്ന് യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ടല്ലേ പരിഹസിക്കുന്നത്. യേശു പറഞ്ഞു, നീ സന്തോഷിച്ചുല്ലസിക്ക്. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കാറില്ല. ആര് വേണമെങ്കിലും എന്തും പറഞ്ഞോ ചെയ്തോ പ്രവർത്തിച്ചോ, ഞാൻ യേശു നയിക്കുന്ന പാതയിലൂടെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് യേശുവിനെ സ്തുതിക്കുന്നു. ഈ നിന്ദകൾക്കായി സ്തോത്രം, ഈ പരിഹാസങ്ങൾക്കായി സ്തോത്രം, ഈ തെറ്റായ കുറ്റാരോപണങ്ങൾക്ക് സ്തോത്രം, ഈ അപമാനങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെ സ്തുതിക്കുമ്പോൾ എനിക്ക് ഒരു വലിയ സന്തോഷമുണ്ടാകാറുണ്ട്. യേശുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ? സംസാരിക്കുന്നവനും എഴുതുന്നവനും ലജ്ജിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ ഉയർത്തും. മാസം തോറും എഴുതി അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടായോ? യഹോവ ഈ ശുശ്രൂഷയെ മേൽക്കുമേൽ ഉയർത്തി ഇന്ന് അനേകായിരം മിഷണറിമാരെ അയക്കുവാനും ദേവാലയങ്ങൾ നിർമ്മിക്കുവാനും അനവധി ജനങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും യേശു ശക്തമായി തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി കാണിക്കുവാനും എന്നെ ദയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ജനങ്ങളെല്ലാം വന്ന് സ്തോത്രം പറഞ്ഞ്, നിങ്ങൾ കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ പ്രസംഗം കേട്ടെന്നെ ദൈവം തൊട്ടു, എത്രയോ സാക്ഷ്യങ്ങൾ, എത്രയോ അത്ഭുതങ്ങൾ ഞാൻ പോകുന്നിടത്തുനിന്നെല്ലാം കേൾക്കുന്നു. ഇതെല്ലാം എങ്ങനെ നടന്നു? അവര് നിന്ദിച്ച് പരിഹസിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ യഹോവ അനുഗ്രഹിച്ചുയർത്തിയതാണ് ഈ ശുശ്രൂഷ. അങ്ങനെ എഴുതിയവരെന്തായി? അങ്ങനെ പറഞ്ഞവരെന്തായി? പിന്മാറി, അത്രയുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുന്നവരും എഴുതുന്നവരും ദുഷിക്കുന്നവരും പരിഹസിക്കുന്നവരും യൂട്യൂബില് ഇരുന്നു കൊണ്ട് വിമർശിക്കുന്നു. അവര് സ്വന്തം വരുമാനത്തിന് വേണ്ടിയാണിത് ചെയ്യുന്നത്. ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. അവര് പണം സമ്പാദിക്കുവാൻ മറ്റുള്ളവരെ ദുഷിച്ച് പണം സമ്പാദിക്കുന്നു. പക്ഷേ ഞാൻ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് ശുശ്രൂഷ ചെയ്ത് സാക്ഷിയായി നിൽക്കുമ്പോൾ ദൈവം സന്തോഷിച്ച് നമ്മെ മേൽക്കുമേൽ എന്നെ അനുഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നാണിക്കേണ്ടതില്ല, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. നിങ്ങൾ സന്തോഷിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, ഈ നിന്ദകൾക്കായി സ്തോത്രം, പരിഹാസങ്ങൾക്കായി സ്തോത്രം, എന്നെ ഇതുപോലെ നടത്തുന്നതിനായി സ്തോത്രം. സ്തുതിക്കൂ, സന്തോഷിക്കൂ. യേശുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത് എത്ര വലിയ ഭാഗ്യമാണല്ലേ. അതിന് നിങ്ങളെ സമർപ്പിച്ചാൽ സാഹചര്യങ്ങളെല്ലാം മാറി ദൈവം നിങ്ങളെ മേൽക്കുമേൽ ആശീർവദിക്കുന്നത് കാണും. ശരിയല്ലേ? ദൈവത്തോട് പറയൂ, ദൈവമേ, ഞാൻ ഒരിക്കലും ദുഃഖിക്കില്ല, തളർന്നു പോവുകയില്ല, കലങ്ങുകയില്ല, ചോദ്യങ്ങൾ ഉന്നയിക്കില്ല. ആരൊക്കെ എന്നെ നിന്ദിച്ചാലും പരിഹസിച്ചാലും അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതെത്ര മഹാഭാഗ്യമാണ്. ഞാൻ സന്തോഷിച്ചാനന്ദിക്കുന്നു, അങ്ങയെ മഹിമപ്പെടുത്തുന്നു, അതിന് സ്തോത്രം പറയുന്നു. എന്നെ പരിഹസിക്കുന്നവരെയും മോശമായി സംസാരിക്കുന്നവരെയും കുറ്റാരോപണങ്ങൾ പറയുന്നവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഞാനും അവരെ മനഃപൂർവ്വം ആശീർവദിക്കുന്നു ദൈവമേ.
അതിനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ